അവരത് അത് ഈ സ്പോയിലർമാർ ഇറങ്ങിയിരിക്കുന്നു. മറ്റേ ബാരോസിന്റെ ഇതിനൊക്കെ വെച്ച് ഇറങ്ങിയവരുണ്ട് കുറെ. അത് ഇറങ്ങി കില്ല് വെച്ച് നോക്കുമ്പോ ഇത് ഹൈ ലെവൽ പടം. കില്ലൊക്കെ മാറി നിൽക്കും. അതൊന്നും ഇല്ല ഇതിന്. അങ്ങനെയൊന്നും പറയാം. അത് ഹേറ്റേഴ്സ്മാര് തുടങ്ങുമ്പോൾ പറയും. പക്ഷെ സിനിമ വേറെ ലെവലാണ്. മോളിവുഡില് ഇനി ഇങ്ങനെ ഒരു സിനിമ വരുമോന്നറിയില്ല. വേറെ ലെവൽ. പക്ഷെ OTT ഇറങ്ങിയാലും 18 വയസ്സിൽ ധാരാളം പിള്ളേർ ഇത് കാണാതിരിക്കുകയാണ് നല്ലത്. അത്രമാത്രം ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തം വയലൻസ് ആണ്, അതേ ഉള്ളൂ. അപ്പോൾ പിള്ളേർ കാണാതിരിക്കുകയാണ് നല്ലത്. OTT ഇറങ്ങിയാൽ പോലും. OTT ഇറങ്ങാൻ മിക്കവാറും ഓൾമോസ്റ്റ് ഇതിനൊക്കെ കട്ടായിരിക്കും ഈ സിനിമയ്ക്കകത്തുള്ള. പടം കൊള്ളാം ബ്രോ, കുഴപ്പമില്ല. മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പടം വന്നിട്ടില്ല. മോസ്റ്റ് വയലന്റ് തന്നെയാണ്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര, നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബിൽഡപ്പാണ്. അപ്പം അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നി, കുറച്ച് ലാഗ് പോലെ. പിന്നെ ജഗദീഷിൻ്റെ ക്യാരക്ടർ അദ്ദേഹം ഹൈപ്പ് കൊടുത്തതിൻ്റെ അത്രയും വന്നോന്ന് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ, അത്രേ ഉള്ളൂ. ബാക്കി പടം ഇതുവരെ മലയാളം കാണാത്തൊരു ഭയങ്കര വയലൻസ് സിനിമയാണ്. ഇതുവരെ വന്നിട്ടില്ല. വയലൻസ് എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ബിൽഡപ്പ് ഇതുവരെ സിനിമ വന്നിട്ടില്ല. ഇങ്ങനെ പറയാൻ പറ്റൂല. ഫുള്ള് അങ്ങനെ ആ സിനിമ അത്രയും ഫുള്ള് അങ്ങനെ കാട്ടവരാതൊന്നും പറയാൻ പറ്റൂല. പക്ഷേ കുറച്ച് പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിലെ ലാഗും പിന്നെ ഒരു ടെയിൽ എൻഡ് ഉണ്ട്. അതെന്തിനാണെന്നൊരു പിടിയില്ല. അത് എന്ന് വെച്ചാൽ അത് എടുത്തത് കുഴപ്പമില്ല, പക്ഷെ എന്താണെന്ന് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. അത്രയും അതൊക്കെയാണ് അവിടെ പ്രശ്നം വന്നത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ജഗദീഷിന്റെ ക്യാരക്ടർ, അതാണ് പ്രശ്നം. കുറച്ചൊക്കെ ചിലർക്ക് ഫീലാവും. എന്ന് വെച്ചാൽ അങ്ങേര് കൊടുത്ത ഹൈപ്പിന് വരണവർക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരൂല. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയ്ക്കും വയലൻസ് ഉള്ളൊരു ഫിലിം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇന്ത്യൻ ഫിലിംസിൽ. അതായത് ഇപ്പൊ ഉണ്ണിമൂന്തന്റെ എന്ന് പറഞ്ഞാൽ ഈ പടത്തോട് കൂടി ഉണ്ണിമൂന്തന്റെ റേഞ്ച് മാറും. സീരിയസ്ലി നമ്മള് KGF കാണുന്നില്ലേ, ആ ഒരു വൈബാണ് പുള്ളിയെ കാണുമ്പോൾ. എന്ന് പറഞ്ഞാൽ പുള്ളി കൊണ്ടുപോയി പടം, ഒന്നും പറയില്ല. അതായത് പിന്നെ ഒരു കാര്യം, മനക്കട്ടിയുള്ളവർ മാത്രം കാണുക. ഒരുപാട് മറ്റേ വയലൻസ്, ചോരപ്പുഴ ഒരുപാടുണ്ട്, മറ്റേ ബ്ലഡ് റഷും കാര്യങ്ങളും ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് വയലൻസ് ഉണ്ട്, ബ്രൂട്ടാലിറ്റി ഉണ്ട്. അപ്പൊ മനക്കട്ടി ഉള്ളവർ കാണുക, അല്ലെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അമ്മാതിരി സീക്വൻസ് ആണ്. നമ്മൾ ഈ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഇത് ഇങ്ങനെ ഒരു പടം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു രക്ഷയില്ല, അടിപൊളി ഫിലിം. കില്ലൊക്കെ എന്തോന്ന് ബ്രോ, കില്ലെന്നും ഒരു തേങ്ങയില്ല. ഇത് അതിന്റെ അപ്പുറമാണ്, കില്ലിന്റെ അപ്പനായിട്ട് വരും ഇത്. ഒരു രക്ഷയില്ല, കിട്ടില്ല പടം. മാക്സിമം നിങ്ങൾ എല്ലാവരും പോയി കാണുക, വിജയിപ്പിക്കുക. നമ്മളെ ഇപ്പം ഒരുപാട് പേര് പുഷ്പയൊക്കെ അടിച്ച് പൊക്കുന്നില്ലേ, പുഷ്പയൊന്നും ഒന്നുമില്ല. മാസ് പടം കാണണമെങ്കിൽ ഇത് പോയി കാണുക. നമ്മളെ മോളിവുഡിൽ ഒരു ബെഞ്ച് മാർക്കാണ് ഈ ഫിലിം. സീരിയസ്ലി അടിപൊളി ഫിലിമാണ്.